മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതിനു പിന്നാലെ സ്വയം യേശുവായി ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിക്കുന്ന ഒരു AI ചിത്രമാണിപ്പോൾ ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലമുള്ളതാണ് ഈ ഒരു ചിത്രം. സൈനികർ, വിമാനങ്ങൾ, പരുന്ത്, നഴ്സുമാർ, രോഗിയായ ആൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചിത്രം. കയ്യിൽ പ്രത്യേക വെളിച്ചവും രോഗിയുടെ തലയിൽ കൈവച്ച് ശാന്തി നൽകുന്ന തരത്തിൽ ട്രംപ് നിൽക്കുന്നതുമാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതേസമയം സമാധാന സന്ദേശം സഭയുടെ ദൗത്യമാണെന്നും അതിൽ ഉറച്ചു നിൽക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംവാദത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമില്ലെന്നും ലെയോ 14 മാർപ്പാപ്പ. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മാർപ്പാപ്പ. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ ഉയർത്തുന്ന സമാധാനാഹ്വാനങ്ങൾ സുവിശേഷത്തിൽ അധിഷ്ഠിതമാണെന്നും അതിനിയും തുടരുമെന്നും ട്രംപ് ഭരണകൂടത്തെ ഭയപ്പെടുന്നില്ലെന്നും മാർപ്പാപ്പ പറഞ്ഞു. ഞാൻ യുദ്ധത്തിനെതിരെ ഉറക്കെ സംസാരിക്കുന്നത് തുടരും. സമാധാനവും സംഭാഷണങ്ങളും പ്രോത്സാഹിപ്പിക്കാനും പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി രാജ്യങ്ങൾക്കിടയിൽ ബഹുമുഖ ബന്ധങ്ങൾ വളർത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകത്ത് വളരെയധികം ആളുകൾ കഷ്ടപ്പെടുന്നു. നിരപരാധികളായ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. ആരെങ്കിലും എഴുന്നേറ്റു നിന്ന് ഇതിലും നല്ല വഴിയുണ്ടെന്ന് പറയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സന്ദേശം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നതാണ്. എൻ്റെ പങ്കിനെ രാഷ്ട്രീയക്കാർ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്നില്ല, ലിയോ 14 പറഞ്ഞു. അമേരിക്ക-ഇസ്രായേൽ സഖ്യം ഇറാനിൽ നടത്തുന്ന യുദ്ധത്തെ വത്തിക്കാൻ എതിർത്തതിനെതിരെ ട്രംപ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ തൻ്റെ സന്ദേശത്തെ പ്രസിഡന്റ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. താൻ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന സന്ദേശം സഭയുടെ ദൗത്യമാണെന്നും അതിൽ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകളിൽ തനിക്ക് ഭയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പോപ്പ് രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിക്കാതെ സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. കോമൺ സെൻസ് ഉപയോഗിക്കണം. വെനസ്വേലയോടും ഇറാനോടും പോപ്പിന് മൃദു സമീപനമാണ്. തീവ്ര ഇടതു ചിന്താഗതിക്കാരെ സഹായിക്കുന്ന നിലപാടാണ് പോപ്പിൻ്റേതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. പോപ്പാകാനുള്ള ഒരു പട്ടികയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഒരു അമേരിക്കക്കാരനായതിനാൽ മാത്രമാണ് സഭ അദ്ദേഹത്തെ അതിൽ ഉൾപ്പെടുത്തിയത്. പോപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഞെട്ടിക്കുന്ന അത്ഭുതമായിരുന്നു. അതിനുള്ള നന്ദി കാണിക്കണം. ഇതാണ് ട്രംപ് പറഞ്ഞത്. പോപ്പ് ലെയോ കുറ്റകൃത്യങ്ങളുടെയും ആണവായുധങ്ങളുടെയും കാര്യത്തിൽ ദുർബലനാണ്. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ രാഷ്ട്രീയ സഹായിയും ഇടതുപക്ഷക്കാരനുമായ ഡേവിഡ് ആക്സൽറോഡുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് എനിക്കിഷ്ടമല്ല. പള്ളിയിൽ പോകുന്നവരെയും പുരോഹിതന്മാരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരിൽ ഒരാളാണ് അദ്ദേഹം, ട്രംപ് ആരോപിച്ചു. അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിക്കുന്ന നടപടി ഒരു പോപ്പിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് രംഗത്തെത്തിയത്.